ഇന്ന് നമ്മൾ ചെറുതായിട്ടൊരു ട്രിപ്പ് വീണ്ടും പോവാണ്. എവിടേക്കാന്നല്ലേ? എവിടേക്കാ പറ. ചടയമംഗലം ജടായിപ്പാറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. ഞങ്ങൾ ഇടിയപ്പവും ചിക്കൻ റോസ്റ്റും കടലയാണ് പറഞ്ഞത്. കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജടായിപ്പാറയിലേക്കുള്ള ഒരു യാത്ര തുടങ്ങി. കണ്ടതാണ് ലൈക്ക് റോഡിൽ നിന്നുള്ള ജടായിപ്പാറേൻ്റെ വ്യൂ ആണത്. സോ നമ്മൾ ആ വഴി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഇത് അധികം കൊല്ലത്തുനിന്ന് അധികം ദൂരമില്ല, ഒരു 30 കിലോമീറ്ററൊക്കെ ഉള്ളൂ ട്രാവൽ ഡിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ. ഇങ്ങനെ ചെറിയൊരു റോഡ് വന്നിട്ട് പിന്നെ ഒരു മലയുടെ മുകളിലാണ് ഈ ജഡായു എർത്ത് സെൻറ്റർ ലൊക്കേഷൻ വന്നിട്ട്. അപ്പോൾ ആരോ കൊടുത്തിരിക്കുന്ന അതായത് ഈ വണ്ടി ടൂറിസ്റ്റ് ബസ് കിടക്കുന്ന ആ റോഡിലോട്ടാണ് നമ്മൾ ജഡായു സെൻറ്റർ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് കയറുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഇങ്ങനെ ഒരു വഴിയുണ്ട്, പാർക്കിംഗ് അങ്ങനെ എല്ലാ സൗകര്യങ്ങൾക്കായിട്ട് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വഴി അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് കയറുന്നതിന് കാർ പാർക്കിങ്ങിന് 20 റുപ്പീസാണ് നമ്മൾ ടിക്കറ്റായിട്ട് കൊടുക്കേണ്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് കാറ് പാർക്ക് ചെയ്യാണ് വേണ്ടത്. സോ നമ്മൾ കാറ് പാർക്ക് ചെയ്യാണ്. സ്ഥലം നോക്കുക എവിടെ പാർക്ക് ചെയ്യണമെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങി. എവിടേക്കാണെന്ന് അറിയാലോ. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു വണ്ടി ഉണ്ട്, ഇങ്ങനെ മുകളിൽ കൂടെ പോകുന്ന ഒരു വണ്ടി. ഇതിന് ക്യാബ് എന്നാണ് അങ്ങനെ എന്തോ ആണ് പറയുന്നത്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. സോ നമ്മൾ അത് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് കയറാനായിട്ട്. സോ നമുക്ക് നടന്നും പോകാം അല്ലാതെ ഇതിലും പോകാം. നടന്നു പോകുന്നതിന് ഒരുപാട് സ്റ്റെപ്സ് നമ്മൾ കയറണം. 1 കിലോമീറ്റർ ഡിസ്റ്റൻസും ഉണ്ട്. പിന്നെ 150 സ്റ്റെപ്സ് ആണ് നമ്മൾ കയറേണ്ടുള്ളത്. സോ നമ്മൾ അത് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ വണ്ടിക്കകത്ത് കയറി ഈ ജഡായു എർത്ത് സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ നമ്മളതെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിന് പ്രത്യേക ടിക്കറ്റ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ കുറേ കടകൾ കാണും. ആ കാണുന്നത് ആക്ച്വലി കുടയാണ്. സോ തുറന്ന് കാണിക്കുകയാണ് അവർ. സോ അങ്ങനെ ഇഷ്ടംപോലെ കുടകൾ നമ്മൾ അവിടെ നിന്ന് മേടിച്ചു. കാണുമ്പോൾ രസമുണ്ടായിരുന്നു. സോ അങ്ങനെ മേടിച്ചു. അപ്പോൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആ വണ്ടി. ഈ വണ്ടി കൂടെ നമുക്ക് മുകളിൽ കയറിപ്പോകാം. ഇതിന് പ്രത്യേകം നമ്മൾ ചാർജ് അവിടെ അടയ്ക്കണം. ലൈക്ക് ഫാമിലി ആയിട്ട് ഒരൊറ്റ ക്യാബിലേക്ക് പോകാം. പിന്നെ 6-4 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് എത്ര പേരാണോ അത്ര പേരെ അവർ കൊണ്ടുപോകും. നമ്മൾ ഫാമിലി ആയതുകൊണ്ട് നമുക്ക് ഒരൊറ്റ ഫുൾ ക്യാബ് കിട്ടിയിരുന്നു. സോ ഇതിലേക്കൂടെ പോകുമ്പോൾ നമുക്ക് താഴെ കുറേ ഇങ്ങനെ ലൈക്ക് ഹെലിപാഡ് കാണാം, കുറേ താഴോട്ട് നിറയെ റോക്സ് കാണാം. അങ്ങനെ ഞാനും ഉക്കായും അവിടെ ഇരുന്ന് കഥകളൊക്കെ പറയായിരുന്നു. ഞങ്ങളത് നല്ലപോലെ ആസ്വദിച്ചു ആ ഒരു റൈഡ് ആക്ച്വലി. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കുറേ സ്റ്റോറിയൊക്കെ ഉണ്ട്. ഈ ജഡായുപ്പാറയെ കുറിച്ച് തന്നെ കുറേ സ്റ്റോറിയൊക്കെ ഉണ്ട്. സോ അതെല്ലാം നമ്മളിങ്ങനെ സംസാരിക്കുമായിരുന്നു അതിനെപ്പറ്റി നമ്മൾ അതിൻ്റെ അകത്തിരുന്ന്. സോ അങ്ങനെ നല്ലൊരു വ്യൂ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു റൈഡിലൂടെ നമുക്ക് കിട്ടും. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ കിടക്കുന്ന 4 വൈറ്റ് കളറുള്ള ആ ക്യാബ് തിരിച്ചു പോകുമായിരുന്നു ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ആക്ച്വലി ഉള്ളതെന്ന് ആസ്വദിച്ച് പോകുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഉമ്മയുടെ കയ്യിൽ ഫോൺ കിട്ടിയപ്പോൾ ഉമ്മായും വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് മേളിലത്തെ ജഡായുപ്പാറേൻ്റെ വ്യൂ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ ഇരുന്ന്. സോ നമ്മൾ അടുത്തടുത്ത് കാണത്തോറും ഈ ഒരു ശില്പം ഭയങ്കര വലുതായിട്ട് നമുക്ക് തോന്നുമായിരുന്നു. ഇത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ബേർഡ് സ്കൾപ്ചറാണ്. ഇതിന് 75 അടി ഉയരമാണുള്ളത്. അതിനെപ്പറ്റിയൊക്കെ ആക്ച്വലി നമുക്ക് അറിയത്തില്ലെങ്കിലും അവിടെ ആ ശില്പിയുടെ ലൈക്ക് ആ ശില്പത്തിൻ്റെ അടുത്ത് അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മളങ്ങനെ ഫൈനലി ജഡായുപ്പാറേൻ്റെ അടുത്തെത്തി. അങ്ങനെ അതിനെ നമ്മളെല്ലാവരും സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ലൈക്ക് പറയാതിരിക്കാൻ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടും. കാരണം നല്ല കാറ്റും എല്ലാം ഉള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ആൻഡ് നമുക്ക് ആ ശില്പത്തിൻ്റെ മുകളിലൊന്നും പോയി ഇരിക്കാനൊന്നും പറ്റത്തില്ല, അതിനുള്ള പെർമിഷൻസ് ഒന്നും നമുക്കവിടെ ഇല്ല. അടുത്ത് പോയി നിന്ന് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ അകത്ത് മ്യൂസിയം ഉണ്ട്, പക്ഷെ നമ്മൾ അവിടെ ചെന്നപ്പോൾ അത് മെയിൻ്റെനൻസിലായിരുന്നു. സോ നമുക്ക് മ്യൂസിയത്തിലൊന്നും കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി. പിന്നെ ഇത് അവിടെ ഉള്ള ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ആണ്. ഇങ്ങനെ ചെറിയൊരു സ്ഥലമുണ്ട് അവിടെ, ഇങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അവിടെ ഇങ്ങനെ നമുക്ക് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ ആ ഗ്ലാസിൻ്റെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടുള്ള വ്യൂ ഒക്കെ കാണാം. അതാ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. അടുത്തൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു, പക്ഷെ ടെമ്പിളിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലായിടവും നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ജഡായുപ്പാറേൻ്റെ മുകളിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ്, കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട്. ലൈക്ക് സർട്ടൻ പോയിന്റ്സിൽ ചെന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനും അവിടുത്തെ വ്യൂ കാണാനും ഒക്കെ നമുക്കിങ്ങനെ കുറേ സ്ഥലങ്ങൾ, കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ തന്നെ ആ പാറയുടെ ചുറ്റും ഉണ്ടായിരുന്നു. എത്രയോ പാറകൾ ചേർന്ന് അങ്ങനെ എന്തൊക്കെയോ ഒരു സ്റ്റോറി ബിഹൈൻഡ്, എനിക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഞാനത് പറയാത്തതാണ്. പക്ഷേ അങ്ങനെ കുറേ സ്റ്റോറീസൊക്കെ ഈ പാറയ്ക്ക് ബിഹൈൻഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ നമ്മൾ അവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. ഞാൻ ഉമ്മാനോട് പറയായിരുന്നു ഞാനൊക്കെ മാച്ചിങ് ഉടുപ്പൊക്കെയാണ് ഇട്ടേന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ എടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഈ ഗ്ലാസിൻ്റെ അടുത്തുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന്, അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ അവിടെ നിന്ന് കളിക്കായിരുന്നു. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു വ്യൂ പോയിന്റ് ഫുള്ളി കാണാൻ പറ്റുന്നത്. ഞാനും ഉമ്മയും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് എടുത്തു. എൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം ഇനി എഡിറ്റ് ചെയ്യണം. അപ്പം ഞാനിത് ഇപ്പോൾ ഇടുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇടത്തു നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഉമ്മാനോട് ഈ വ്യൂ പോയിന്റ് എല്ലാം കറക്റ്റായിട്ട് കവർ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ 2 കുഞ്ഞു കുട്ടികൾ, ഈ കാണുന്നതൊരു വെല്ലാണ്, ആ വെല്ലിൻ്റെ മുകളിൽ നിന്ന് അവർ കളിക്കുമായിരുന്നു. സോ ഞാൻ അതൊക്കെ ചെറുതായിട്ട് റെക്കോർഡ് ചെയ്തു. പിന്നെ നമ്മളിങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ കുഞ്ഞ് 2 കടകൾ കാണാം. അവിടെ നമുക്ക് ഒരു കടയിൽ നമുക്ക് നോർമലായിട്ടുള്ള വെള്ളം കിട്ടും, ലൈക്ക് ഫ്രീ ഡ്രിങ്കിങ് വാട്ടർ കിട്ടും. പിന്നെ ഒരു കടയിൽ നമുക്ക് ഇതുപോലെ നാരങ്ങ വെള്ളവും അതേപോലെ ചൂട് വാഴക്കാപ്പവും ഉഴുന്നുവടയും ബജ്ജിയും ഒക്കെ നമുക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നാരങ്ങ വെള്ളം വാങ്ങി കുടിച്ചു. ചെറുതായിട്ട് ഒന്ന് ശരീരം തണുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും നാരങ്ങ വെള്ളം വാങ്ങിച്ച് കുടിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് തീർന്നപ്പോഴത്തേനും നമ്മൾ ശരി പോവാം. കാരണം ഞങ്ങൾ കുറച്ചുകൂടി നിന്നപ്പോഴത്തേനും നല്ലപോലെ വെയിൽ ഉദിക്കാൻ തുടങ്ങി. അപ്പോൾ വിയർക്കാനും ഒക്കെ തുടങ്ങി. കാറ്റുണ്ടായിരുന്നെങ്കിലും വെയിലിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഞങ്ങൾ പിന്നെ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ പോവാം എന്ന് വിചാരിച്ചു. കാരണം ഡയറക്റ്റായിട്ട് നമുക്ക് വെയിലടിക്കും. കാരണം ഇത് മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ കാറ്റ് നല്ലപോലെ ഉണ്ടാവും, അതേപോലെ വെയിൽ നല്ലപോലെ അടിക്കും. അങ്ങനെ അവിടെ ഇരിക്കരുതെന്നൊക്കെ അവർ സെക്യൂരിറ്റി ഒന്ന് പറയുമായിരുന്നു അവിടെ ഇരുന്നൊരു ആളുടെ അടുത്ത്. പിന്നെ നമ്മൾ നമ്മൾ നേരത്തെ പോയില്ലേ, ആ ട്രാവൽ ചെയ്തില്ലേ, അതാണ് ഇപ്പം നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഇത് തിരിച്ചു പോകാനുള്ള ഒരു വഴിയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്തു. ആ വണ്ടി നമുക്ക് കിട്ടണമെങ്കിൽ ഈ വഴി കൂടെ പോയി ഇതിൻ്റെ അകത്തോട്ട് കയറണം. അപ്പം ഞങ്ങൾ അങ്ങനെ നടക്കാൻ തുടങ്ങി. ഇതിൻ്റെ അകത്ത് പോയി തിരിച്ച് ആ വണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനും ഇക്കായും ഫ്രണ്ടിൽ നടന്നു, ഉമ്മായും ഉമ്മച്ചാമിയും ബാക്കി നടക്കുമായിരുന്നു ഞങ്ങളെ വീഡിയോ ഒക്കെ എടുത്തോണ്ട്. അങ്ങനെ പിന്നെ ഉമ്മ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ ഉമ്മാനെയും കാണിക്കാമെന്ന്. അങ്ങനെ പിന്നെ അവർ 2 അവർ വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ നടന്ന് കുറേ ദൂരം നടന്നപ്പോഴത്തേനും കുറച്ച് ദൂരം ഈ വണ്ടി പിടിക്കാൻ തന്നെ നമ്മൾ നടക്കണം. നടന്ന് ഇങ്ങനെ ഒരു ഹാളിൻ്റെ അകത്ത് നമുക്ക് എൻട്രൻസ് ആണ്. അവിടെയും വീണ്ടും സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ കയ്യിൽ ആ ടിക്കറ്റ് ഉണ്ടോ എന്നെല്ലാം വീണ്ടും അവർ ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ വീണ്ടും അടുത്തൊരു സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വണ്ടിയിലേക്ക് കയറണം. അങ്ങനെ ഞങ്ങൾ പോകുന്നിടത്ത് അവിടെ ഗെയിം സോൺ എന്നൊക്കെ ഒരു സംഭവമുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ ഗെയിം സോണാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് പിന്നെ 12D സിനിമ തിയേറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് അതുമൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ നമുക്ക് പോവാം. അങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ വീണ്ടും ആ ഹെലിപാഡും വ്യൂവും കാര്യങ്ങളൊക്കെ എടുത്തു. കാരണം നമ്മൾ തിരിച്ചു പോവാണല്ലോ. അപ്പോൾ നമ്മളെല്ലാം കണ്ട കാര്യങ്ങളും എല്ലാ കഥകളും പറയായിരുന്നു. അങ്ങനെ ആ കുടയാണെങ്കിൽ അവിടെ ഇരുന്ന് നോക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേനും ഇത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ അങ്ങോട്ടേക്ക് പോവായിരുന്നു. അങ്ങനെ അവർ പോകുന്നത് നമുക്ക് ലൈക്ക് തൊട്ടടുത്ത് തന്നെ, അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല. പോകുന്നതും വരുന്ന ആൾക്കാരെ നമുക്ക് അടുത്തടുത്തിരുന്ന് കാണാവുന്നതേ ഉള്ളൂ.
സോ എൻ്റെ അടുത്തൊരു പൂച്ച വന്നിരുന്നു. ഇപ്പോൾ വീഡിയോയിലല്ല കേട്ടോ, ഞാനിപ്പോൾ ഓഡിയോ കൊടുക്കാൻ നേരത്തെ എൻ്റെ അടുത്ത് പൂച്ച വന്നിരുന്നതാ. ആ നിൽക്കുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ അവിടെ മെയിൻ്റെനൻസ് പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു അവർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും വേർത്ത് ആയിട്ടുള്ള തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു, നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. ബെല്ലൈക്കൺ എല്ലാവരും ഒന്ന് ഇനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് ഇടുന്ന ഉടനെ തന്നെ എല്ലാവർക്കും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.